ഹലോ, നമ്മളിപ്പോൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള ബസ്സിൽ കയറാണ്. പഴനിയിലേക്കാണ് നമ്മുടെ യാത്ര. ഈ ഒരു വീഡിയോയിൽ പഴനിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ പഴനിയിലേക്ക് എങ്ങനെ പോകാം, എവിടെ സ്റ്റേ ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കാം. കമോൺ. രാവിലെ 8:30 പാലക്കാട് എത്തി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. KSRTC സ്റ്റാൻഡിൽ വന്നപ്പോഴേക്കും പൊള്ളാച്ചിയിലേക്കുള്ള ബസ് വന്നു. ഇത് രാവിലെ 8:45 പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ബസ്സാണ്. ഓരോ അരമണിക്കൂറിലും പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ബസ് പോകുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ ഒരു 10 മിനിറ്റ് ബസ് നിർത്തിയിടും, എന്നിട്ടാണ് പിന്നെ പോകുന്നത്. നെന്മാറ, പഴയന്നൂർ, ആലത്തൂർ അവിടേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു ഇവിടെ നിന്ന് ബസ് എടുത്തു. കോഴിക്കോട്, മലപ്പുറം നിന്നൊക്കെ പഴനിയിലേക്ക് ബസ്സിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ആദ്യം പാലക്കാട് വരണം. പാലക്കാട് നിന്ന് അരമണിക്കൂർ കൂടുമ്പോൾ പൊള്ളാച്ചിയിലേക്ക് KSRTC ബസ്സുകൾ പോകുന്നുണ്ട്. പൊള്ളാച്ചിയിൽ പോയാൽ അവിടെ നിന്ന് പഴനിയിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. കൂടാതെ പാലക്കാട് നിന്ന് പഴനിയിലേക്ക് തന്നെ ഡയറക്റ്റ് ബസ്സുകളും ഉണ്ട്. അത് എപ്പോഴും ഇല്ല, രാവിലെ 11 മണിക്ക് ഒരു ഡയറക്റ്റ് ബസ് പോകുന്നുണ്ട്. KSRTC ബസ്സുകളുടെ ടൈമിംഗ് ഒക്കെ നേരത്തെ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാലക്കാട് KSRTC ഡിപ്പോയിലേക്ക് വിളിച്ചു നോക്കിയാൽ മതി. പൊള്ളാച്ചിയിലേക്കുള്ള ഈ ഒരു KSRTC ബസ് യാത്രയിൽ പാലക്കാടൻ ഗ്രാമങ്ങളുടെയൊക്കെ ഒരു ഭംഗി നമുക്ക് കാണാനായിട്ട് കഴിയും. വയലുകളും കൃഷിയും മലനിരകളും എല്ലാം കാണാൻ കഴിയുന്ന ഒരു റൂട്ടാണിത്. പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഏകദേശം 46 കിലോമീറ്റേഴ്സ് ആണ്. 2 hours ജേണി ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിലെ ഈ ഒരു ബസ് സ്റ്റാൻഡൊക്കെ പറമ്പിക്കുളം വീഡിയോയിലും കാണിച്ചിരുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ പോയ സമയത്ത് നമ്മൾ പൊള്ളാച്ചിയിൽ വന്നിട്ടാണ് പോയത്. ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണം. ഇവിടെ 2 ബസ് സ്റ്റാൻഡുകളുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്നാണ് പഴനിയിലേക്ക് ബസ്സുകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. റോഡ് ക്രോസ് ചെയ്തു ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബസ്സുകൾ കാണാനുണ്ട്. പഴനിയിലേക്ക് പോകുന്ന ബസ് എവിടെ നിന്നാണ് എന്നറിയില്ല, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. പഴനിയിലേക്കുള്ള ബസ്സുകളൊക്കെ വരുന്ന ആ ഒരു സൈഡ് അവർ പറഞ്ഞു തന്നു. അവിടെ വന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും പഴനിയിലേക്കുള്ള ബസ് വന്നു. ഇപ്പോൾ നമ്മളിതാ ബസ്സിൽ കയറി പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ഒരുപാട് പേര് ഈ ഒരു ബസ്സിൽ കയറാനുണ്ടായിരുന്നു. സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബസ്സിൽ. ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാറ്റാടി പാടങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും. ഈ ഒരു റൂട്ടിൽ മെയിനായിട്ടും ഈ ഒരു കാറ്റാടി പാടങ്ങളാണ് കേട്ടോ കാണാനുള്ളത്. പൊള്ളാച്ചിയിൽ നിന്ന് പഴനിയിലേക്ക് ഏകദേശം 67 കിലോമീറ്റേഴ്സ് ആണ്. 1 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പഴനിയിലെത്തി. ഇത് പഴനി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നിനി പഴനി ടെമ്പിളിനടുത്തേക്ക് പോകണം. സ്റ്റേ റെഡി ആക്കണം. വരുന്നതിന് മുൻപ് ദേവസ്വത്തിൻ്റെ സ്റ്റേ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നേരിട്ട് പോയിട്ട് റൂം കിട്ടുമോ നോക്കാം. ഓട്ടോയിലാണ് പോകുന്നത്. അവർ ദേവസ്വം റൂംസൊക്കെയുള്ള അവിടേക്ക് നമ്മളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.4 കിലോമീറ്റേഴ്സ് ആണ് ദൂരം. 5 പേർക്ക് 100 രൂപയാണ് ഓട്ടോ ചാർജ് പറഞ്ഞത്. ഓട്ടോയിൽ പോകുമ്പോൾ തന്നെ ദൂരെ പഴനിമലയും മുരുകൻ ടെമ്പിളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ എത്തി. ഇവിടെയാണ് ദേവസ്വത്തിൻ്റെ റൂംസ് കിട്ടുന്നത്. ദണ്ഡപാണി നിലയം എന്ന് എഴുതിയിട്ടുണ്ട്. പഴനി ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി, അവർ ഇവിടെ കൊണ്ടിറക്കി തരും. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ തമിഴിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അടുത്തടുത്തായിട്ട് സെപ്പറേറ്റ് ബിൽഡിങ്സ് ഉണ്ട്. പുറത്തൊക്കെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റൂംസ് അവൈലബിൾ ആണ്. നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ അവിടെ റൂമിലുള്ളവർ വെക്കേറ്റ് ചെയ്തു. റൂം ക്ലീൻ ചെയ്യാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മലയാളത്തിലും ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. റൂം റെഡിയായി റൂമിലേക്ക് പോവുകയാണ്. 5 പേർക്ക് ഒരു റൂമാണ് എടുത്തത്. 850 രൂപയാണ് റൂമിനായിട്ടുള്ളത്. ഇവിടെ വീഡിയോസ് അലൗഡ് അല്ല, അതുകൊണ്ട് അധികം എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. റൂമിനടുത്ത് തന്നെയാണ് ഹോട്ടൽ. കേരള ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഇതാണ് ഫുഡ്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. മലയാളീസൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. വെങ്കടേശ്വര എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് പുറത്ത് വന്ന് ലെഫ്റ്റിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ കാണാം. ഇവിടെ ഇപ്പോൾ നല്ല വെയിലും ചൂടാണ്. ജൂണിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ കുറച്ച് ഐസ്ക്രീംസൊക്കെ വാങ്ങി റൂമിലേക്ക് പോവാണ്. ഈവനിങ് ആയി മുരുകൻ ടെമ്പിൾ പോകാനായിട്ട് വന്നതാണ്. ഞാൻ മുൻപ് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു 2 വർഷമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ചുറ്റുപാടൊക്കെ ഒന്നുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്.
അതുപോലെ താഴെ നമുക്ക് ഓരോ പോയിന്റിലേക്ക് പോകാനും ബാറ്ററി കാറുകളും ബസ്സുകളും അവൈലബിൾ ആണ്, ഫ്രീ സർവീസ് ആണ്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു, ഇവിടെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ എല്ലാവരും ഇതിൽ കയറി പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു നമുക്ക് അടിവാരം ചുറ്റി പോകാനാണ് ഇതെന്ന്, എന്നിട്ട് ഈ ഒരു മഞ്ഞ ബസ്സിൽ കയറി. പക്ഷെ അങ്ങനെയല്ല, പഴനിമലയിലേക്ക് നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിഞ്ച് ട്രെയിനും റോപ്പ് കാറും ഒക്കെ ഉണ്ട്. അവിടേക്കൊക്കെ കുറച്ച് നടക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി കാറുകളും ബസ് സർവീസും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇത് പഴനിമലയുടെ മുകളിലേക്ക് പോകാനുള്ള വിഞ്ച് ട്രെയിന് ക്യൂ നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ വിഞ്ച് ട്രെയിന് പോകാനായിരുന്നു പ്ലാൻ, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ നടന്ന് കയറാമെന്ന് വിചാരിച്ചു. മുകളിൽ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. ഇപ്പോൾ ഈവനിങ് ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു മഞ്ഞ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് റോപ്പ് കാറിൽ മുകളിലേക്ക് പോകാനായിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ പൊതുവേ തിരക്ക് കുറവാണ്. സെക്കൻഡ് ഡേ നമ്മൾ പഴനിമലയിൽ നിന്ന് താഴേക്ക് വന്നത് റോപ്പ് കാറിലാണ്. 50 രൂപയാണ് ഒരാൾക്ക് റോപ്പ് കാറിന് ചാർജ് വരുന്നത്. ഇത് കൊടൈക്കനാലിലേക്ക് പോകുന്ന റോഡാണ്. അതിലെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. ദൂരെ മലയുടെ മുകളിൽ കാണുന്നതാണ് ഇടുമ്പൻ ടെമ്പിൾ. അവിടേക്ക് നാളെ പോകുന്നുണ്ട്. ഈവനിങ് പഴനിമല നടന്നു കയറി. ഇവിടുത്തെ പുതിയൊരു റൂളാണ്, പഴനിമലയിലേക്ക് മൊബൈൽ ഫോൺ ആൻഡ് ക്യാമറ അലൗഡ് അല്ല, സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. താഴെ നിന്ന് എപ്പോഴും അനൗൺസ് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് ഫോണുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. ഫോണുകളൊക്കെ താഴെ സൂക്ഷിക്കാനായിട്ട് ലോക്കർ അവൈലബിൾ ആണ്. ഫോണൊക്കെ താഴെ വെച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോയത്. അതുകൊണ്ട് അവിടെയുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പഴനിമല കയറി ദർശനമൊക്കെ കഴിഞ്ഞു. രാത്രി സ്വർണ്ണരഥമൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ താഴേക്ക് വന്നത്. രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ പുറത്ത് നിന്നുള്ള പഴനി മുരുകൻ ടെമ്പിളിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഡേ 2 രാവിലെ 6:30 റൂമിൽ നിന്നിറങ്ങി. ഒരു ദിവസത്തേക്കാണ് റൂം എടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ റൂം എടുത്തു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഇവിടേക്ക് പോയി തിരിച്ചു വരണം. ആദ്യം തന്നെ ഇടുമ്പൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ടെമ്പിളിൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്, അധിക ദൂരമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളെ ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. 5 പേരുള്ളത് കൊണ്ട് വലിയ റൂമാണ് തന്നിട്ടുണ്ടായിരുന്നത്. 4 ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ലക്ഷറി റൂമൊന്നുമല്ല, അത്യാവശ്യം ഒരു ദിവസത്തേക്ക് പറ്റിയിട്ടുള്ള റൂമാണ്. ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു ടെമ്പിളിന് താഴെ എത്താറായിട്ടുണ്ട്. ഇതാണ് ഇടുമ്പൻ ടെമ്പിളിൻ്റെ താഴെ ഭാഗം. ഒരുപാട് സ്റ്റെപ്സ് കയറി വേണം മുകളിലെത്താൻ. ഒരു 4-5 വർഷം മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നും നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കയറാനുണ്ട്. വേറെ ആരെയും കാണാനില്ല. നമ്മളാണെന്ന് തോന്നുന്നു ഇന്ന് ആദ്യം എത്തിയിട്ടുള്ളത്. ഇടുമ്പൻ ടെമ്പിൾ കയറിയതിനു ശേഷം മുരുകൻ ടെമ്പിൾ പോവാമെന്ന് വിചാരിക്കുകയാണ്. കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര സിമ്പിളല്ല. ഏകദേശം 570 സ്റ്റെപ്സ് കയറി വേണം മുകളിലെത്താൻ. കയറിയിട്ടും എത്തുന്നുണ്ടായിരുന്നില്ല. മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. പഴനി മുരുകൻ ടെമ്പിളും ഈ ഒരു പഴനി ടൗണും ദൂരെയുള്ള ഒരു ലേക്കും ഒക്കെ നന്നായിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ ഒരു ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ഇന്നലെ പഴനി മുരുകൻ ടെമ്പിളിലേക്കും നടന്നാണ് കയറിയത്. 689 സ്റ്റെപ്സ് ആണ് അവിടേക്കുള്ളത്. ഇവിടെ 570 സ്റ്റെപ്സ് ആണ്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറാണ്. നമ്മളിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇടുമ്പൻ ടെമ്പിൾ. ഓപ്പൺ ആയിട്ടില്ല. 8 മണിക്കാണ് ഇവിടെ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7:30 ആവുന്നതേ ഉള്ളൂ. നമുക്ക് പൂജാ സമയം ഒന്നും അറിയില്ലായിരുന്നു. അതാണ് നേരത്തെ വന്നിട്ടുള്ളത്. ഇന്നിവിടെ ആദ്യം എത്തിയിട്ടുള്ളത് നമ്മളാണ് കേട്ടോ. പിന്നീട് 1-2 പേരൊക്കെ വന്നു. പൂജാരിയൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇടുമ്പൻ ടെമ്പിളിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് ജസ്റ്റ് ഒന്ന് പറയാം. ശിവഗിരി, ശക്തിഗിരി എന്നീ 2 മലനിരകളുണ്ട്. ഈ മലനിരകൾ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് അഗസ്ത്യമുനി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മലനിരകൾ ചുമന്നു കൊണ്ടുവരാനായിട്ട് അഗസ്ത്യമുനി ഏൽപ്പിച്ചത് തൻ്റെ ശിഷ്യനായിട്ടുള്ള ഇടുമ്പനെയാണ്. ഇടുമ്പൻ ഒരു മുരുക ഭക്തനാണ് കേട്ടോ. തൻ്റെ ഗുരുവായ അഗസ്ത്യമുനി പറഞ്ഞതനുസരിച്ച് ഈ 2 മലനിരകളും കാവടി രൂപേണ തൻ്റെ തോളിൽ കൊണ്ടുവരികയായിരുന്നു ഇടുമ്പൻ. പഴനിയിലെത്തിയ സമയത്ത് ക്ഷീണം തോന്നി വിശ്രമിക്കാനായി കാവടി താഴെയിലെത്തിയ ഇടുമ്പനെ മുരുകൻ കാണുന്നുണ്ടായിരുന്നു. മുരുകൻ ഇടുമ്പനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇടുമ്പൻ വീണ്ടും യാത്ര ആരംഭിച്ചപ്പോൾ ഈ ഒരു മലനിരകൾ ഉയർത്താൻ കഴിയാതെയായി. മുരുകനാണ് ഇടുമ്പന് ചുമക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത്. ഇടുമ്പന് കാര്യം മനസ്സിലായി, പക്ഷേ ഇത് മുരുകനാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നീട് അവിടെ ഒരു യുദ്ധം തന്നെ ഉണ്ടായി. അതിൽ ഇടുമ്പന് മരണം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ മുരുകൻ തന്റെ ഭക്തനായിരുന്ന ഇടുമ്പന് ആയുസ് കൊടുത്തു. ജീവൻ തിരിച്ചു കിട്ടിയ ഇടുമ്പൻ ഇത് മുരുകനാണ് എന്ന്
എന്ന് മനസ്സിലായി ഇങ്ങനെ പ്രാർത്ഥിച്ചു. 2 കുന്നുകളെ സൂചിപ്പിക്കുന്ന കാവടി ചുമലിൽ വഹിച്ച് നേർച്ചയായി ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാളും അനുഗ്രഹിക്കപ്പെടണം. കൂടാതെ മലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാവൽക്കാരനായി നിൽക്കാനുള്ള പദവി ഇടുമ്പന് നൽകണം. അങ്ങനെയാണ് പഴനിയുടെ കാവൽക്കാരനായി ഇടുമ്പൻ സ്വാമി മാറിയത്. ഇടുമ്പൻ ടെമ്പിളൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി പഴനി മുരുകൻ ടെമ്പിളിലേക്ക് പോവാണ്. പഴനി മുരുകൻ ടെമ്പിളും പോയി താഴെ വന്നു. ഫോൺ ആൻഡ് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ താഴെ വന്നു. ഇവിടെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട്. ഇവിടെ വന്നതാണ്. കുട്ടികളുടെ ടോയ്സും ഫാൻസി ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇതിലേ ഇങ്ങനെ നടക്കുകയാണ്. രാവിലെ മുരുകൻ ടെമ്പിളിൽ വിഞ്ച് ട്രെയിനാണ് പോയത്. 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ട്രെയിൻ കയറാൻ പറ്റിയത്. 10 രൂപ, 50 രൂപ, 60 രൂപ ഈ 3 റേറ്റിലും വിഞ്ച് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. പക്ഷേ ഏതെടുത്താലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോപ്പ് കാറിലാണ് വന്നത്. അവിടെ തീരെ തിരക്കിലായിരുന്നു. പെട്ടെന്ന് തന്നെ താഴേക്ക് വരാൻ പറ്റി. 50 രൂപയാണ് ഈ ഒരു റോപ്പ് കാറിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി നാട്ടിലേക്ക് പോവാണ്. പഴനി ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ വന്നപ്പോൾ തൃശ്ശൂർ ഗുരുവായൂരിലേക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. KSRTC ബസ് കണ്ടപ്പോൾ തന്നെ സമാധാനമായി. ബസ്സിൽ കയറി പൊള്ളാച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തു. പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടിലേക്ക് എപ്പോഴും KSRTC ബസ്സുകളുണ്ട്. പഴനിയിൽ നിന്ന് ബസ് എടുത്തു. നമ്മളിത് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.